എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. ഒത്തിരി പ്രതീക്ഷയോടെ കലാലയത്തിൻ്റെ പടി കയറുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് പടിയിറങ്ങുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ്. കാരണം അതിൻ്റെ വില അത്ര വലുതാണ്. വിദ്യാർത്ഥികളുടെ കഴിവും കഠിനാധ്വാനവും കൃത്യമായി മൂല്യനിർണ്ണയം നടത്തി അർഹതയ്ക്കുള്ള ആ അംഗീകാരം നൽകുന്നത് സർവകലാശാലകളാണ്. അങ്ങനെ അനേകം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം നടത്തുന്ന ഒരു സർവകലാശാലയുടെ അമരക്കാരനാണ് ഇന്ന് നമ്മുടെ അതിഥി. റബ്ബറിൻ്റെ മണമുള്ള പാലായുടെ മണ്ണിൽ നിന്നും മീനച്ചിലാറിൻ്റെ തീരത്തു നിന്നും മലയാള ഭാഷയെയും തുഞ്ചൻ്റെ തത്തയെയും സ്നേഹിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ. ബാബു സാർ, ജീസസ് ദ സിഇഒ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. പാലാ സെൻറ് തോമസ് കോളേജിലെ മലയാള അധ്യാപകനിൽ നിന്ന് അങ്ങിപ്പോൾ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിൽക്കുകയാണ്. സാറിൻ്റെ വളർച്ചയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ എന്തു തോന്നുന്നു? ഒരു അപ്രതീക്ഷിതം എന്ന് പറയത്തില്ല എങ്കിൽ പോലും ഒരു പ്രത്യേകമായ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലിലൂടെ ഒരു പുതിയ സേവന മേഖലയിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുക എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ്. സത്യത്തിൽ കഴിഞ്ഞ 1983 മുതൽ പാലാ സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു തുടങ്ങി. പിന്നീട് പോകുന്ന ഈ ഒരു 30 വർഷക്കാലം ഈ ഒരു പദവിയിലേക്ക് എന്നെ ഒന്നും എത്തിക്കുന്നതിനുള്ള ഒരു പ്രിപ്പറേഷൻ, ട്രെയിനിങ് നൽകി ജീവിതം ഇങ്ങനെ കൊണ്ടുപോരുകയാണ്. അപ്പോൾ ഇത് ഓരോ ടേണിംഗ് പോയിൻറ്റിലും വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു ഇടപെടൽ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു പടികൾ കയറി വന്നു എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നെ കൈപിടിച്ച് നടത്തിയ ഒരു വലിയൊരു അനുഭവം ഉണ്ട്. ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഒരു ജോലി മേഖലയിൽ നിന്ന്, ഒരു തൊഴിൽ മേഖലയിൽ നിന്ന് വേറൊരു തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോഴും, ഒരു പഠന മേഖല വിട്ട് വേറൊരു പഠന മേഖലയിലേക്ക് കടക്കുമ്പോഴുമെല്ലാം ഈ ഓരോ ചെറിയ വലിയ ടേണിംഗ് പോയിൻറ്റുകളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്ലാൻ, പദ്ധതി വളരെ പ്രകടമായിട്ടും ഓരോ തീരുമാനത്തിൻ്റെയും മാറ്റങ്ങളുടെയും പുറകിൽ ഉണ്ടായിരുന്നുവെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതിന് സാധിക്കും. സാറിൻ്റെ വാക്കിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. സാറിൻ്റെ ഓരോ ചുവടുവെപ്പുകളിലും സാറ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിപാലന, അല്ലെങ്കിൽ ദൈവം എന്നെ ശക്തനാക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവോടെയാണ് മുന്നേറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ആത്മീയ പരിശീലനമായിരിക്കും സാറിനെ ഇങ്ങനൊരു ബോധ്യത്തിലേക്ക് നയിച്ചത്. സാറിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച്, ആ ബാല്യകാലത്ത് കിട്ടിയ ആത്മീയ പരിശീലനം, മാതാപിതാക്കൾ, ആദ്യ ഗുരുക്കന്മാരായ മാതാപിതാക്കൾ നൽകിയ പരിശീലനം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ ഒരു ഗ്രാമീണ കർഷക കുടുംബത്തിലാണ്. പിതാവ് ചെറിയ ഒരു വ്യാപാരം, റബ്ബർ വ്യാപാരം ആയിരുന്നു. അമ്മ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ നോക്കുന്ന ഒരു വളരെ, പക്ഷേ ബാല്യം മുതൽ തന്നെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം, പ്രാർത്ഥന അരൂപി, ഒരു ദൈവിക പശ്ചാത്തലം ഉണ്ടായിരുന്നു. കാരണം അത് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഒരു അനുഭവത്തിൽ വരുന്നത് ഞങ്ങളുടെ ബാല്യകാലത്ത് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് ഒരു വല്യമ്മയുടെ ആങ്ങള ഒരു അച്ഛനാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ റവറൻഡ് ഫാദർ മാത്യു ചെട്ടിയാത്ത്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛന് നമ്മൾ കൊടുക്കുന്ന ഒരു, വീട്ടിൽ എല്ലാവരും കൊടുക്കുന്ന ഒരു വലിയൊരു ആദരവും, അച്ഛൻ്റെ കൂടെ തന്നെ നമ്മൾ പാലായിലെ കത്തീന്ദ്ര പള്ളിയിൽ അന്ന് കൊച്ചായിരിക്കുമ്പോൾ തന്നെ പള്ളിയിൽ പോകുന്നു, അച്ഛൻ കുർബാന അർപ്പിക്കുന്നു. പിന്നെ വെക്കേഷൻ ടൈമിൽ കൂടുതൽ ഈ അച്ഛൻ്റെ പള്ളിയിൽ, ചമ്പക്കുളം ഉൾപ്പെടെയുള്ള പള്ളികളിൽ വെക്കേഷൻ ടൈമിൽ ചിലവഴിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ബാല്യകാലം സത്യത്തിൽ മീനച്ചിൽ, അന്ന് മീനച്ചിൽ ഇടവകയാണ്, പാലാ ഇടവകയാണെങ്കിലും പള്ളിയിൽ പോകുന്ന മീനച്ചിൽ പള്ളിയിലാണ്. അപ്പോൾ അന്ന് ബാല്യം മുതൽ തന്നെ ഏതാണ്ട് 3-4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ അൾത്താര ബാലനായിട്ടും അവിടുന്ന് പോരുന്ന ഒരു അന്തരീക്ഷം. സ്കൂളിൽ പഠിച്ചത്
പാല സെൻറ്റ് ജോസഫ്സ് കണ്ണാടിയുറുമ്പ് എന്ന് പറയുന്ന സ്കൂളിലാണ്. സിസ്റ്റേഴ്സിൻ്റെ ക്ലാറിസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ ആ സ്കൂളാണ്. അപ്പോൾ അവിടുന്ന് ഒരു സത്യത്തിൽ ഞങ്ങളുടെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് എന്നുള്ള ഒരു വലിയൊരു അടിത്തറ, ശക്തമായൊരു അടിത്തറ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വീട്ടിലെ അന്തരീക്ഷം, വീട്ടിലെ പ്രാർത്ഥന, പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനയും കുർബാനയും പ്രവർത്തനങ്ങളുമായിട്ടുള്ള സഹകരണം, സ്കൂളിലെത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറ്റൊരു അന്തരീക്ഷം, പിന്നീട് അവിടുന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോഴും ഇടമറ്റം KTJM സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയും തൊട്ടടുത്ത് പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സ്, ഒരാൾ സിസ്റ്ററാണ്, ഇപ്പം സ്റ്റെല്ല മാരീസ് എന്ന് പറഞ്ഞ സിസ്റ്ററുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഈ ബാല്യത്തിലും പിന്നീട് പ്രൈമറി സ്കൂളിലും അപ്പർ പ്രൈമറി സ്കൂളിലും തുടർന്ന ഒരു ദൈവിക ഒരു പരിശീലന അന്തരീക്ഷം പിന്നെയും തുടർന്ന് വരുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് കണ്ണാടിറുമ്പ് സ്കൂളിൽ നിന്ന് ഇടമറ്റവും കഴിഞ്ഞ് പിന്നീട് പൂരണിയിൽ സൺഡേ സ്കൂളിൽ അധ്യാപകനായിട്ട് 10-15 വർഷക്കാലത്തോളം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അപ്പം ഈ തുടർന്നു പോരുന്ന എല്ലാ മേഖലകളിലും ദൈവാനുഭവം, ദൈവികമായ അന്തരീക്ഷം, പിന്നെ അത് തുടർന്ന് വന്നിട്ട് പാലായിൽ കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് വരെയും നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ പാർഷൽ കൗൺസിൽ ഉണ്ട്, അൽമായ ഒരു കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് സാധാരണഗതിയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള കത്തീന്ദ്രൽ പള്ളി വികാരി അച്ഛനെയാണ് വെക്കാറുള്ളത്. അപ്പം അവഗന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവും അതിലൊരു വലിയൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് പാലാ സെൻറ്റ് തോമസ് സ്കൂളിൽ ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് തന്നെ പാർഷൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു ലേമനെ ആദ്യമായി, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സീറോ മലബാർ ചർച്ചിൽ ഒരു ലേ പാർഷൽ കൗൺസിൽ സെക്രട്ടറി വരുന്നു. അത് 4 കൊല്ലം വരുന്നു. പിന്നീട് ഒരു ടേമും കൂടി 2 ടേമിൽ ചർച്ചിൻ്റെ ഡയസിസിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വീണ്ടും സീറോ മലബാർ സഭ എന്ന് രൂപം കൊള്ളുന്ന സമയത്ത് കാക്കനാട് ഇതിൻ്റെ ഒരു ഹൈപ്പവർ കമ്മിറ്റിയിലും വരുന്നു. ആദ്യത്തെ സീറോ മലബാർ ജനറൽ അസംബ്ലി നടപടികളുടെ എഡിറ്ററായിട്ട് പബ്ലിഷ് ചെയ്യാൻ തേലക്കാട്ടച്ഛനുമൊത്ത് സാധിക്കുന്നു. ഇങ്ങനെ ഒരു തുടക്കം മുതൽ ആരംഭം മുതൽ ബാല്യം മുതൽ ഇങ്ങോട്ട് ഓരോ വളർച്ചയുടെ ഓരോ പടവുകളിലും ദൈവം, ആ ദൈവികമായ അന്തരീക്ഷം, പ്രേക്ഷിത പ്രവർത്തനം, അതുമായി സഭയുമൊത്തുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരു ചുവട് എപ്പോഴും ഉറപ്പിച്ചു നിർത്തിയിരുന്നത് ഈ ഒരു ആധ്യാത്മികമായ പ്രാർത്ഥനയിൽ മാത്രമല്ല, പ്രാർത്ഥനയുടെ അനുബന്ധമായിട്ടുള്ള ആധ്യാത്മിക സഭാത്മക പ്രവർത്തനങ്ങളിലും ചുവടുകൾ ഉറപ്പിച്ച് ആണ് മുമ്പോട്ട് പോകുന്നത്. സാറ് സഭയുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു എന്ന് മനസ്സിലായി. സഭയുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടിയാണോ അധ്യാപനം തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഉപജീവന മാർഗമായി ഒരു അധ്യാപകനായി മാറിയത്? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം ഇല്ല. കാരണം 10 പാസ്സായി കഴിഞ്ഞ സെൻറ്റ് തോമസ് കോളേജിൽ ചേർന്നു, പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ കൂടെ പഠിച്ചവരെല്ലാവരും ചേർന്നതുപോലെ അന്നത്തെ ഏറ്റവും ആകർഷകമായ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പാണ്. അപ്പം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഡോക്ടറാകാൻ പോകാൻ ആണോ എന്നറിഞ്ഞുകൂടാം. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു, പഠിച്ചു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വലിയ ഹൈ മാർക്കില്ല. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് മലയാളത്തിനാണ്. അപ്പോൾ ഒരുവിധം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടെ, ഈ ഭാഷയും ഈ കവിതയൊക്കെ ചൊല്ലാനും ഇത് കാണാപ്പാടം പഠിക്കാനും വളരെ എളുപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ചൊല്ലിക്കൊണ്ട് നടക്കാനും ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഉണ്ടായിരുന്നതുകൊണ്ട് ഡിഗ്രിക്ക് അഡ്മിഷന് വേണ്ടി ബോട്ടണി കൊടുത്തു. അപ്പോൾ ബോട്ടണി എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ബോട്ടണിക്ക് അപേക്ഷ കൊടുത്തു. ബോട്ടണി എനിക്ക് തോന്നുന്നു അന്ന് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. അപ്പോൾ അന്ന് PM ചാക്കോ സാറാണ് പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് അവിടെ ആരംഭിക്കുകയാണ്. അഡ്മിഷന് വേണ്ടിയിട്ട് ചെന്നു. അഡ്മിഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഏത് വേണമെങ്കിലും ചേരാം. അപ്പം PM ചാക്കോ സാർ എൻ്റെ മാർക്ക് നോക്കിയിട്ട് പറഞ്ഞു, ബാബു എന്തിനാണ് ബോട്ടണി ചേരുന്നത്? അപ്പോൾ ബോട്ടണി എനിക്ക് വലിയ മാർക്കില്ല, 55 എടുത്ത് മറ്റേ ഉള്ളൂ. മലയാളം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 70-80 അടുത്ത് മാർക്കുണ്ട് പെർസെൻറ്റേജ്. ബാബു മലയാളത്തിന് ചേരുക, ബാബുവിന് ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളത്തിനാണല്ലോ എന്ന് പറഞ്ഞും സാറ് തന്നെ എന്നെ
BA മലയാളം എന്ന് എഴുതി മലയാളത്തിലേക്ക് തിരിച്ചു വിട്ടു. അപ്പം BA മലയാളം ക്ലാസ്സിൽ പോയി ചേർന്നു. സത്യത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ ആ പ്രിൻസിപ്പിളിലൂടെ തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു ഇടപെടൽ ഉണ്ടായി. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BA പഠിച്ചു, BA പാസ്സായി. BA പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ മലയാളം MAക്ക് പോകണമെങ്കിൽ തൊട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബേസിലുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ SB ചങ്ങനാശ്ശേരിയാണ്. അപ്പം അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കൂടെ പഠിച്ചവരെല്ലാവരും കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത്, ഞാനും കൊണ്ടുപോയി ഒരപേക്ഷ കൊടുത്ത് MAക്ക്. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ച അപേക്ഷ കൊടുത്തതിൽ, ആപ്ലിക്കേഷൻ കൊടുത്തതിൽ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൊണ്ടും ആയിരിക്കും എനിക്ക് മാത്രമേ അവിടുന്ന് അഡ്മിഷൻ കിട്ടിയുള്ളൂ. അപ്പോൾ അവിടുന്ന് കാർഡ് വന്നു. അപ്പോൾ വീട്ടിൽ പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച. പോയാലും കുഴപ്പമില്ല, പോയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഫാദറിന് കടയുണ്ട്, അപ്പോൾ വേണമെങ്കിൽ ഈ ആ കച്ചവടത്തിൽ കൂടാം എന്നുള്ള ഒരു ഇതുണ്ട്. എങ്കിലും അവിടെ ചേർന്നു. MAക്ക് പഠിച്ച് കളയാം. അപ്പോൾ പഠിച്ച സീരിയസ് ആയിട്ടൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ വരും, വെള്ളിയാഴ്ച വരും, ശനി ഞായർ ദിവസങ്ങളിൽ ഫാദറിൻ്റെ കൂടെ എല്ലാം കൂടും, അവധി ദിവസങ്ങളെല്ലാം ഇവിടെ വരും. പിന്നെ പോയി വരാൻ തുടങ്ങി. സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ലോഡ്ജിൽ നിന്ന് പഠിച്ചു. നമ്മൾ റിസൾട്ട് പരീക്ഷയൊക്കെ എഴുതി. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നു. ഇവിടെ പാലാ സെൻറ് തോമസ് കോളേജിൽ വേക്കൻസി ഒന്നുമില്ല. പക്ഷേ വയലിൽ പിതാവുമായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ട്. കാരണം ഈ വല്യമ്മയുടെ ആങ്ങൾ ചെട്ടിയാത്തച്ഛൻ്റെ കൂടെ ചെറുപ്പം മുതൽ തന്നെ പാലാ ബിഷപ്സ് ഹൗസിൽ വരുന്നത് കൊണ്ട് എന്നെയും വയലിൽ പിതാവിന് പരിചയമുണ്ട്. പിതാവിൻ്റെ പേരുമാണ് സെബാസ്റ്റ്യനാണ്, ബാബു സെബാസ്റ്റ്യനാണ്. അപ്പോൾ എന്നെ വിളിക്കുക സെബാസ്റ്റ്യൻ എന്നേ വിളിക്കൂ, ബാബു എന്ന് വിളിക്കാറില്ല. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് MA പാസ്സാകുന്ന 82-ലാണ്. പാലാ സെൻറ് തോമസ് കോളേജിൽ ഒരു വേക്കൻസി വരണമെങ്കിൽ 87 വരും. അപ്പം കോളേജ് അധ്യാപകൻ എന്നുള്ള യാതൊരു പ്രതീക്ഷയും ചിന്തയും ഒന്നുമില്ല. പക്ഷേ ഒരു ദൈവത്തിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞതുപോലെ ആ സമയത്ത് 81 ആണെന്ന് തോന്നുന്നു മൂലമറ്റത്തൊരു കോളേജ് തുടങ്ങി, സെൻറ്റ് ജോസഫ്സ് കോളേജ്. അപ്പോൾ മൂലമറ്റത്ത് പാമ്പാറ ഒരു ദേവസ്യ സാറ് മൂലമറ്റംകാരനാണ്. സാറ് സെൻറ് തോമസ് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാറിന് താല്പര്യം ഈ മൂലമറ്റം കോളേജാണെങ്കിൽ മുട്ടത്താണ് സാറിൻ്റെ വീട്, സാറിന് 10 മിനിറ്റ് യാത്ര ചെയ്താലും മതി. സാർ അവിടെ ഒരു ലെക്ചർ പോർഷന് അപേക്ഷ കൊടുത്തു. ഈ 82-ൽ സാറ് ലെക്ചററായി. വളരെ യാദൃശ്ചികമെന്ന് പറഞ്ഞതുപോലെ മൂലമറ്റം കോളേജിലേക്ക് പോയി. അപ്രതീക്ഷിതമായി പാലാ സെൻറ് തോമസ് കോളേജിൽ ഒരു മലയാളം പോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അന്ന് ഞാൻ പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പം പിതാവിനെ ചെന്ന് കണ്ടു. പള്ളിക്കാപ്പറമ്പിൽ പിതാവാണ് മാനേജർ. വലിയ പിതാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് വന്നാൽ നോക്കാം. അപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്യുകയാണ്, ഡിസംബറിൽ ഇൻ്റർവ്യൂ ആണ്, എങ്ങനെയായാലും എനിക്ക് ആകെയുള്ളത് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, എനിക്ക് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണം, മാർക്ക് ലിസ്റ്റ് വേണം. നവംബർ മാസം അപ്പം ഇതിങ്ങനെ ദൈവം ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പേപ്പർ നോക്കുന്നു. അന്നൊക്കെ അത്രയും ഒന്നും ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് സാധാരണ റിസൾട്ട് വരുന്നത്. PG കേരള യൂണിവേഴ്സിറ്റിയാണ്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് റിസൾട്ട് വന്നു. അപ്പം എലിജിബിളാണ്, ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ആ ലാസ്റ്റ് ഡേറ്റിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് ഓടി. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയില്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ 6-ാം ദിവസം ഇൻ്റർവ്യൂ. 3 ദിവസം കഴിഞ്ഞപ്പം പാലാ സെൻറ് തോമസ് കോളേജിൽ മലയാളം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ അതൊരു അതിശക്തമായ ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണ്. എന്തിന് മലയാളം പഠിച്ചു, മലയാളം PG പഠിച്ചു പാസ്സായി കഴിഞ്ഞപ്പോൾ വേക്കൻസി വരുന്നു. ഒരു സാർ അങ്ങോട്ട് പോകുന്നു, ഞാനിവിടെ ലെക്ചററായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടത് സത്യത്തിൽ പിൽക്കാലത്ത് ഒരു വലിയൊരു പദ്ധതി ദൈവത്തിന് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും അതിനു മുമ്പ് തന്നെ അതിൻ്റെ ഒരു വഴി ഒരുക്കിയിരുന്നുവെന്നുമാണ് എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വളരെ ഉറച്ച വിശ്വാസം. 83-ൽ സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനായി സാറ് പ്രവേശിക്കുമ്പോൾ അന്ന് സാറിൻ്റെ അധ്യാപനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ വൈസ് ചാൻസലറായി ആയിരക്കണക്കിന് അധ്യാപകരെ അങ്ങ് നിയന്ത്രിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അധ്യാപനത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്?
അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം ഒരു നല്ല അധ്യാപകൻ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ 82-ൽ ജോയിൻ ചെയ്തു. 82-ൽ ജോയിൻ ചെയ്തെങ്കിലും 82 ഡിസംബറിൽ 17-ന് ജോയിൻ ചെയ്തെങ്കിലും ആ ഒരു ലിസ്റ്റ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ഗവൺമെൻറ് നോമിനി വന്നതിൽ എന്തോ ഒരു ലീഗൽ ഇഷ്യൂ വന്നതുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ടാണ് 2012-ൽ ജോയിൻ ചെയ്തെങ്കിലും പിന്നീട് ഗവൺമെൻറ് അപ്രൂവൽ തരുന്നത് 1983 മുതലാണ്. 82-ൽ ജോയിൻ ചെയ്തു, 83 മുതലാണ്. അപ്പോൾ 83-ൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 99 വരെ ആ ഒരു ഫസ്റ്റ് അൺഇൻറ്റർപ്റ്റഡ് ആയിട്ട് ഇവിടെ പഠിപ്പിച്ചു. ഒരിക്കലും പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടില്ല. അത് എനിക്കങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കർമ്മം കഴിക്കുന്നത് പോലെയാണ്, വെറുതെ ഒരു ജോലി തീർക്കാൻ വേണ്ടി. അപ്പം പഠിപ്പിക്കാൻ ഉള്ള ഏരിയ ഏത്? പലപ്പോഴും ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് പുതിയ പേപ്പറുകളാണ്. അപ്പോൾ ഫോക്ലോർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റേതായ രീതിയിൽ അതിൻ്റെ കംപ്ലീറ്റ് പഠിക്കാൻ പറ്റി. ചരിത്രം, അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ അത് പഠിച്ചിട്ട് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഞാൻ അധികം ഫോക്കസ് ചെയ്യാതെ സിലബസിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവർ നാളെ ഒരു അധ്യാപകനായാൽ ഇതിനെ സംബന്ധിച്ചുള്ള A to Z അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ശ്രമം. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി എൻ്റെ വലിയൊരു അധ്യാപകരോട് പോലും എനിക്ക് ഉള്ള വലിയൊരു അപേക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കി നമ്മൾ ജോലി തീർക്കുന്നവരാകാൻ പാടില്ല. നമ്മുടെ ജോലി അതല്ല. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുക എന്നുള്ളത് വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വമാണ്. പരീക്ഷയുടെ ഉത്തരം എഴുതി പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപകൻ്റെ ജോലിയല്ല. അധ്യാപകൻ്റെ ജോലി സിലബസും കരിക്കുലവും നോക്കിയിട്ട് ആ വിദ്യാർത്ഥി ഒരു MA ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും, അത് മുഴുവൻ വിവിധ സോഴ്സുകളിലൂടെ സമാഹരിച്ച് വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുക. അപ്പം ഓരോ ക്ലാസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ തരുന്നത് വലിയൊരു സന്തോഷമാണ്. അപ്പം ഞാൻ പുതിയൊരു കാര്യം പറഞ്ഞു, പുതിയൊരു കാര്യം പഠിച്ചിട്ടാണ് പോവുക. സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് എന്ന് പറയുന്നത് വേറൊരു നമ്മൾ ഈ വിദ്യാർത്ഥികൾ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണെന്നാണ് പറയുക. പിള്ളേരുമായിട്ട് അത്രയും ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ടെൻഷനില്ല. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവർ പോലും, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർ പോലും അവസാനം ക്ലാസ്സിൽ വന്നു. ഒരു കൊല്ലം തോറ്റ ആളുകളെ എനിക്ക് കയറി അന്നേരം പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ അവരോട് പലരോടും പറഞ്ഞ് വേണമെങ്കിൽ ക്ലാസ്സിൽ കയറണമെന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പോക്കുമെന്ന്. ഞാനൊരു കൊച്ചു പയ്യനാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികളുമായിട്ടൊരു ഭയങ്കരമായുള്ളൊരു സൗഹൃദം, ആത്മാർത്ഥമായൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം ക്ലാസ്സിൽ പോകുന്നു, ഈ പ്രത്യേകിച്ച് കവിതാഭാഗങ്ങളാണെങ്കിൽ ഒരുവിധം നന്നായിട്ട് ചൊല്ലി പഠിച്ച് ക്ലാസ്സിൽ പോയി നന്നായിട്ട് ചൊല്ലും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. പിള്ളേർ ക്ലാസ്സിൽ കയറും, ക്ലാസ്സിൽ വന്നിരിക്കും. മറ്റു പാഠഭാഗങ്ങളാണെങ്കിലും ക്ലാസ്സിനപ്പുറത്തേക്കുള്ള വലിയൊരു സൗഹൃദം ഉണ്ട്. പിന്നെ അധ്യാപകൻ എന്ന നിലയിൽ ഒരിക്കലും നമ്മൾ വിദ്യാർത്ഥികളെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരിക്കലും വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ട സാഹചര്യം വന്നിട്ടില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. കുട്ടികളെ നമ്മൾ പേടിപ്പിച്ചോ അല്ലെങ്കിൽ ശിക്ഷിച്ചോ ഒന്നും ഒരു ട്രാക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ അവരുടെ കൂടെയാണ്, അവരുടെ വലിയൊരു ഫ്രണ്ടാണ്, അവർക്ക് പറയാനുള്ളതും കേൾക്കും, പരസ്പരം ഒരു ആശയവിനിമയത്തിനുള്ള ഒരേ ലെവലിൽ നിന്നുണ്ട്. എപ്പോഴും അധ്യാപകൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത് അധ്യാപകൻ വലിയ ഉയർന്ന ലെവലിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഫെയിലിയറാവും. അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ലെവലിൽ ഇറങ്ങി നിൽക്കുക, പക്ഷേ ഒരു പ്രോപ്പർ കൺട്രോൾ ഉണ്ടാവുക. ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതാണ്. ക്ലാസ് നമ്മുടെ കൺട്രോളിലായിരിക്കണം, പക്ഷേ നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഇതിലാണ്. അപ്പം ആ ഒരു തരത്തിൽ 20 വർഷമെന്ന് പറഞ്ഞാൽ വലിയൊരു ജീവിതാനുഭവം. 20 വർഷത്തെ അധ്യാപനം തന്നു. അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സത്യത്തിൽ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നീടൊരു 10 വർഷം എനിക്ക് ഗവൺമെൻറ്റിലേക്ക് പോയപ്പോൾ ഈ വിദ്യാർത്ഥികളുമായുള്ള ബന്ധം, സൗഹൃദം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അധ്യാപകൻ എന്നുള്ള പ്രൊഫഷനിൽ എനിക്ക് വീണ്ടും തുടരാൻ പറ്റിയതും സിവിൽ സർവീസിലെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ IAS ട്രെയിനിങ് കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. VC ആകുന്നത് വരെയും അതിൻ്റെ പ്രവർത്തനങ്ങളും. ഇപ്പോൾ വിദ്യാർത്ഥികളെ എല്ലാ വർഷവും ഒരു ബാച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിച്ചു. അപ്പം ഇങ്ങനെ അധ്യാപകരോട് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്,
പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നവരാകരുത്. വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട നോളജ് അവരുടെ റൈറ്റാണ്, അവരുടെ അവകാശമാണ്. അത് കൊടുത്താൽ വിദ്യാർത്ഥികൾ നമ്മളെ പൂർണ്ണമായിട്ടും റെസ്പെക്റ്റ് ചെയ്യും. 3, അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ 4 നില മുകളിൽ നിൽക്കുന്ന ഒരു വലിയ അധ്യാപകനും പിള്ളേർ താഴെ 4 നില ലെവൽ താഴെയുള്ള മറ്റൊരു ജീവികളുമെന്നുള്ള മനോഭാവത്തിൽ പോയാൽ നമ്മൾ പരാജയപ്പെടും. പിള്ളേരെ ആഗ്രഹിക്കുന്നതും അധ്യാപകൻ ചെയ്യേണ്ടതും ഈ ഒരു ഈക്വൽ ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു നല്ല സൗഹൃദമാണ്. സാറ് കുറച്ച് നാൾ വിട്ടുനിന്നു എന്ന് പറഞ്ഞു, എങ്കിലും സിവിൽ സർവീസ് കോച്ചിങ് ഒക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വൈസ് ചാൻസലറായിട്ട് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഒത്തിരി മാറി. ഇപ്പോഴത്തേത് ഒരു ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികളാണ്. ആ ന്യൂ ജനറേഷൻ യുവതലമുറയോട് സാറിൻ്റെ മനോഭാവം, സമീപനം എന്താണ്? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴും എൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസാണ്. അപ്പം വൈകുന്നേരങ്ങളിൽ മിക്കവാറും എല്ലാ ദിവസവും ഒരു 4 മുതൽ 5 വരെ അവിടുത്തെ സ്റ്റുഡൻസ് വരും, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വരും. അവരുമായിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലി. അപ്പം VC വിദ്യാർത്ഥി എന്നുള്ള ഒരു ബന്ധമൊന്നുമില്ല. അപ്പോൾ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവർ ഈ എവിടെ എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും ആരെയെല്ലാം ചീത്ത പറഞ്ഞാൽ അവർ ചീത്ത പറയാത്തതും, മുദ്രാവാക്യം വിളിക്കുമ്പോഴും എന്നെ ഒഴിവാക്കിയ പിള്ളേർ മുദ്രാവാക്യം വിളിക്കാറുള്ളൂ. അതൊരു വലിയൊരു, അത് ഏത് യൂണിയനിൽപ്പെട്ടവരാണെങ്കിലും, ഒരു ഭരിക്കുന്ന യൂണിയനോ അങ്ങനത്തെ ഒരു ചിന്താഗതിയോ തിരിച്ചു വ്യത്യാസം ഒരിക്കലും ഞാൻ കാണിക്കാറില്ല. വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സൗഹൃദം. ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിലും ഹോസ്റ്റലിലെ ഇഷ്യൂസ് അവരുടെ കൂടെ നിന്ന് അവർക്കൊപ്പം നിന്ന് നമ്മൾ സോൾവ് ചെയ്യുക. അവർക്ക് എന്ത് ഇഷ്യൂ വന്നാലും അത് പരിഹരിക്കുക. കാരണം എൻ്റെ ഒരു ഇഷ്യൂ പോലെ ഞാൻ കാണുന്നതുകൊണ്ടാണ്. ഏത് പാതിരായിക്കും വിളിക്കും. രാത്രിക്ക് അവിടെ നിന്ന് കറണ്ട് പോയാലും പിള്ളേർ വിളിക്കുന്നത് എന്നെയാണ്. സാർ കറണ്ട് പോയി. ഇപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് അവന്മാരെ കൊണ്ടൊരു പരീക്ഷാ സമയമാണെങ്കിൽ ജനറേറ്റർ ഓൺ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹബന്ധമുണ്ട്. അപ്പം അത് ഒരു വശത്ത് ഇങ്ങനെ തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ മാത്രമുള്ള ഒരു വലിയൊരു ആത്മീയ വലിപ്പമോ അത്രയും ഒരു ആത്മീയത ഇല്ലെങ്കിലും ഒരു വലിയൊരു പരാജയം നമുക്ക് വന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ലക്ഷ്യം മറന്നുപോയി. കാരണം ഭാരതീയമായിട്ട് ഉള്ള കാഴ്ചപ്പാടിൽ ഗുരുകുല സമ്പ്രദായം മുതൽ നമ്മൾ ആരംഭിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് സത്യത്തിലൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷനുണ്ട്. ഈ സ്കൂളുകൾ ആരംഭിച്ചപ്പോഴെല്ലാം ഇത് നോളജ് ഒരു അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാത്രമല്ലായിരുന്നു വിദ്യാലയങ്ങൾ തുടങ്ങിയത്. അപ്പം വിജ്ഞാനം നേടുക എന്നുള്ളതല്ലായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. വിജ്ഞാന സമ്പാദനം എന്ന് പറഞ്ഞത് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനപ്പുറത്തേക്ക് രണ്ടാമത് വേറൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഇന്നലകളിൽ പറഞ്ഞിരുന്നു, മൂല്യബോധം ഉണ്ടാവുക, അധ്യാപകനിലൂടെ പഠിക്കുക, അധ്യാപകനെ കണ്ടു പഠിക്കുക, പാഠ്യവിഷയങ്ങളിലൂടെ, പഠനത്തിലൂടെ, ക്ലാസ് മുറികളിലൂടെ, പരസ്പര ബന്ധത്തിലൂടെ, സാമൂഹിക ജീവിതത്തിലൂടെ, വിട്ടുവീഴ്ചയിലൂടെ, ഇങ്ങനെ ആ ഒരു റോ മെറ്റീരിയലിനെ നമ്മൾ പതുക്കെ പ്രോസസ്സ് ചെയ്ത ഒരു സമൂഹത്തിൽ ജീവിക്കാവുന്ന ജീവിയാക്കുകയാണ്. അവകാശങ്ങൾ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ, പൗരധർമ്മം, ഇതെല്ലാം പലതും വ്യക്തിയെ വികസിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മൂല്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന ഒന്നുണ്ട്. സത്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്ന് പോയതും പല വിദ്യാലയങ്ങൾക്കും അറിയത്തില്ലാത്തതും അധ്യാപകർക്ക് പോലും അറിയത്തില്ലാത്തതുമായ 4 കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, 1, ഇന്ദ്രിയങ്ങളുടെ അടിമയാകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മൂല്യം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുക എന്താണ് മൂല്യം? ഇതാണ് മൂല്യം. ഇന്ദ്രിയങ്ങൾക്ക് അടിമയാകുമ്പോൾ മനുഷ്യൻ മൃഗമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ അടിമയാകാതിരിക്കുക. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും കാഴ്ചയുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കുകയാണ്. കേൾവിയുടെ സുഖങ്ങൾക്ക് പിന്നാലെ, കാഴ്ചയുടെ സുഖങ്ങൾക്ക് പിന്നാലെ, രുചിയുടെ സുഖങ്ങൾക്ക് പിന്നാലെ, മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെ ഇങ്ങനെ സ്പർശനത്തിൻ്റെ സുഖങ്ങൾക്ക് പിന്നാലെ. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്തെന്ന് ചോദിച്ചാൽ വഴിവിളക്കുകൾക്ക് മുമ്പിൽ ഇവരിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, ഇതാണ് സത്യം എന്നോ, ഇതാണ് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമെന്നോ ഇങ്ങനെ തിരിച്ചറിയാതെ ഇങ്ങനെ നിന്നു പോവുകയാണ്. സത്യത്തിൽ വഴിവിളക്കുകൾക്ക് മുമ്പിൽ നിൽക്കാൻ പാടില്ല. വഴിവിളക്കുകൾക്ക് മുമ്പിൽ സ്തംഭിച്ച് നിൽക്കാനും കണ്ണ് മഞ്ഞളിക്കാതിരിക്കാനുമുള്ള ഒരു ട്രെയിനിങ്ങാണ് സത്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. അത് കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അധ്യാപകരോ ഇന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം? ഇവർ നമ്മുടെ യുവതലമുറ ഇന്ന് ഈ കാഴ്ചയുടെ
പിന്നാലെ, കാഴ്ചയുടെ പിന്നാലെ അതാണ് സത്യമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, വഴിവിളക്കുകൾക്ക് മുമ്പിൽ നിങ്ങൾ സ്തംഭിച്ച് നിൽക്കരുത്, നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കി നടക്കുക. വളരെ അകലെയുള്ള, വളരെ ഉയരത്തിലുള്ള ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് ചവിട്ടിക്കയറി പോകേണ്ടവരാണ്. പകരം എന്തു ചെയ്യുന്നു? 2-4 പടി കയറിയിട്ട് അവിടെ നിന്ന് ചുറ്റും നോക്കുകയാണ്. മുകളിലേക്ക് കയറാൻ നോക്കുകയല്ല, ചുറ്റുമുള്ള കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന്, ഇന്ദ്രിയങ്ങളുടെ അടിമകളാകാതിരിക്കാൻ ഉള്ള ട്രെയിനിങ്ങാണ്. 2, അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരത്തെ അലങ്കരിക്കരുതെന്നാണ് പറയുന്നത്. ശരീരത്തെ അലങ്കരിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്തവരാണ്. ഇപ്പോൾ നമ്മുടെ യുവതലമുറ, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നമ്മൾ പറയുമ്പോൾ, നിങ്ങളെ ആടയാഭരണങ്ങളുടെയും വലിയ വലിയ കോസ്റ്റ്യൂംസിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും പിന്നാലെ, ഈ ടി വിയിൽ കാണുന്ന പരസ്യങ്ങളുടെ പിന്നാലെ, കമ്പോളത്തിൻ്റെ പരസ്യങ്ങളുടെ പിന്നാലെ, ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ പിന്നാലെ വേഷം കെട്ടി മറ്റുള്ളവരെ ഞെട്ടിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കുക, ഷോ കൾച്ചറിലേക്ക് പോകുന്നു. എന്താ പറ്റിയത്? വിദ്യാഭ്യാസം, യഥാർത്ഥ ജ്ഞാനം ലഭിച്ചിട്ടില്ല. എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊരു മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ വേണ്ടി പ്രത്യേകിച്ച് വേഷം കെട്ടേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും പരാജയപ്പെട്ടു പോയി. പലരും ഷോയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി അതൊരു ഷോ കൾച്ചറിലേക്ക് മാറുകയാണ്. അത് ആണുങ്ങളാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും. ഈ ഷോ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അവൻ യഥാർത്ഥ ജ്ഞാനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇമ്മച്വറാണ്. പോരാ, എന്തുകൊണ്ട് ഇവന് സ്കൂളിൽ ഇത്രയും പഠിച്ചിട്ടും ഈ വ്യക്തിത്വം ഇത്രയും വളർന്നില്ലല്ലോ എന്ന് നമുക്ക് സിമ്പതി മാത്രമേ തോന്നുകയുള്ളൂ ഈ ഷോ മുഴുവൻ കാണുമ്പോൾ. മൂന്നാമത്തെ വിദ്യാഭ്യാസം കൊടുക്കേണ്ട മൂന്നാമത്തെ ഒരു യഥാർത്ഥ ജ്ഞാനമെന്ന് പറഞ്ഞാൽ, അതിവികാരങ്ങൾക്ക് അടിപ്പെടരുത് എന്നാണ് പറയുന്നത്. അതാണ് വിദ്യാഭ്യാസം കൊടുക്കുന്ന മൂന്നാമത്തെ ട്രെയിനിങ്. എടുത്തു ചാടുക. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അപ്പോൾ നമ്മൾ പറയുന്നത് മച്യൂരിറ്റി ഇല്ല, പക്വതയില്ല. വിദ്യാഭ്യാസം കൊടുക്കുന്നത് പക്വതയാണ്. മറ്റുള്ളവരെ കാണാനും അവരെ അംഗീകരിക്കാനും അവർ പറയുന്നത് കേൾക്കാനും. അപ്പോൾ നമ്മൾ അല്പം ചുരുങ്ങാനും, നമ്മൾ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. ഈ പിള്ളേരിങ്ങനെ ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് ഒരു മൊബൈൽ ഫോൺ കിട്ടിയില്ല, കിട്ടിയ മൊബൈൽ ഫോണിന് വലിപ്പം കുറഞ്ഞു പോയി, കളർ ശരിയായില്ല, അമ്മ വന്ന് TV ഓഫ് ചെയ്തു, പരീക്ഷയ്ക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞു, ഉടനെ പോയി സൂയിസൈഡ് ചെയ്യുക. പത്രം വായിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അവർക്ക് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ട ഒരു മച്യൂരിറ്റി ലഭിച്ചിട്ടില്ല. അത് കൊടുക്കുന്നതിൽ അധ്യാപകരും ആ സ്കൂളും. ഞാൻ പലപ്പോഴും ഒരു വിദ്യാർത്ഥി സൂയിസൈഡ് ചെയ്യുമ്പോൾ ഞാൻ ഏത് സ്കൂളാണെന്ന് ശ്രദ്ധിക്കാറുണ്ട്. ആ സ്കൂളിലെ ട്രെയിനിങ് ഭയങ്കര ഫെയിലിയറാണ്. ആ മാതാപിതാക്കളും ഭയങ്കര ഫെയിലിയറാണ്. കാരണം അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു യഥാർത്ഥ ജ്ഞാനം കൊടുത്തിരുന്നെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല. അതല്ല റിയാലിറ്റി, അതല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കുക. ഈ അതിവികാരങ്ങളുടെ പുറകെ പോവുകയല്ല, വികാരങ്ങളെ നിയന്ത്രിക്കാനും വികാരങ്ങളുടെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വികാരങ്ങളുടെ നിയന്ത്രണത്തിൽ പോകുമ്പോഴാണ് പാളുന്നത്. അത് ജീവിച്ചിരുന്നാലും അത് പരാജയപ്പെടും. 2 വശവുമുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. അത് മച്യൂരിറ്റി അല്ല. നാലാമത് ഒന്നുകൂടിയുണ്ട് വിദ്യാഭ്യാസം നൽകുന്നത്, അത് അറിവിൽ അഹങ്കരിക്കരുത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്ന് നമുക്ക് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും നമ്മുടെ സ്കൂളുകളും അക്ഷരാർത്ഥത്തിൽ തോറ്റത് ഇവിടെയാണ്. നമ്മുടെ യുവതലമുറ സംസാരിക്കുന്ന ധിക്കാരത്തിൻ്റെ ഭാഷയാണ്. മാതാപിതാക്കളോട്, അധ്യാപകരോട്, സമൂഹത്തോട് കൂടെയുള്ള അവരുടെ ഭാഷയിൽ മുഴുവൻ ധിക്കാരം നിറഞ്ഞു നിൽക്കുകയാണ്, പരിഹാസമാണ്. അവർ ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കാൻ നമുക്ക് എന്താ അവകാശം? അപ്പോൾ അവിടെ ഒരു ആത്മീയതയും ഇല്ല, ഒരു അറിവും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. നമ്മളെക്കാൾ കുറഞ്ഞവരെ, അറിവിൽ കുറഞ്ഞവരെ, സൗന്ദര്യത്തിൽ കുറഞ്ഞവരെ, സമ്പത്തിൽ കുറഞ്ഞവരെ, ഇവരെയെല്ലാം ഇവർ പരിഹസിക്കുകയാണ്. ഇവരുടെ ചിരിയിൽ പോലും നിൽക്കുന്നതെന്ന് പരിഹാസമാണ്.